അഖിൽ പി ധർമ്മജന് അവാർഡ് കിട്ടിയ സംഭവത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം വരുന്നുണ്ട്. മുത്തുച്ചിപ്പിയിൽ ഉൾപ്പെടെ എഴുതുന്ന ആളുകൾക്ക് പോലും അങ്ങനെ ഒരു അവാർഡ് കൊടുക്കേണ്ട സ്ഥിതി വരും, കാര്യങ്ങൾ വരും എന്നൊക്കെയാണ് വിമർശനമുള്ളത്. ഒരു വിമർശനം ആവശ്യമാണ് ഇത്ര ഒരു അവാർഡ് ലഭിക്കുന്ന സമയത്ത്. അവാർഡ് ലഭിക്കുന്ന സമയത്ത് വിമർശനം ആവശ്യമാണ്. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ, ഈ കാലത്ത് യുവ എഴുത്തുകാരിൽ വലിയ പ്രതിഭാശാലികളുണ്ട്. ഈ ലിസ്റ്റിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മൃദുൽ, പിന്നെ ജെൻസി സംതിങ്, പിന്നെ രാഹുൽ മണപ്പാട്ട്, ദുർഗാ പ്രസാദ്, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ലിസ്റ്റിൽ പോലും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അപ്പോൾ അവർക്കാർക്കും കൊടുക്കാതെ ഒരു പൾപ്പ് കൃതിക്ക് അല്ലെങ്കിൽ ഒരു പൈങ്കിളി കൃതിക്ക് ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കുമ്പോൾ വലിയ വിൽപ്പനയായി എന്നതൊഴിച്ചാൽ മറ്റൊരു സവിശേഷതയും പറയാനില്ലാത്ത ഒരു കൃതിക്ക് കൊടുക്കുമ്പോൾ പ്രതിഷേധിക്കണം. അത് യുവ എഴുത്തുകാരോടുള്ള സ്നേഹം കൊണ്ടാണ്, മറിച്ചല്ല. ഈ കൃതി എന്ന് പറയുന്നത് നേരത്തെ സുധാകർ മംഗളോദയവും മുട്ടത്ത് വർക്കിയും കാനം മീജയും ഒക്കെ എഴുതിയിരുന്ന ഒരു ശാഖയുടെ ഒരു പുനരവതരണം മാത്രമാണ്. അവരും 16-17 ലക്ഷം ആളുകൾ വായിക്കുന്ന മംഗളത്തിലും മനോരമയിലുമാണ് എഴുതിയിരുന്നത്. അത്ര ആളുകൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വായന എന്ന് പറയുന്നതിൽ ഒരു അത്ഭുതമില്ല. മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു യുവ ബിസിനസ്സുകാരനുള്ള അവാർഡാണ് കിട്ടിയതെങ്കിൽ എനിക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ പുസ്തകം ചിലവായല്ലോ. മാത്രമല്ല, ഇതുവരെ വായിക്കാത്ത ആളുകൾ ഈ പുസ്തകം വായിച്ചു എന്നതാണ്, വായനശീലമല്ലാത്ത ആളുകൾ വായിച്ചു എന്നതാണ് പറയുന്നത്. അതിനോടും എനിക്ക് വലിയ വിയോജിപ്പാണ്. ഭാവുകത്വമുള്ള വായനക്കാർക്ക് വേണ്ടി ഭാവുകത്വമുള്ള എഴുത്തുകാർ എഴുതുന്നതാണ് മികച്ച കൃതി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പുസ്തകത്തിലാകട്ടെ ഭാവുകത്വത്തിൻ്റെ ലാഞ്ചന പോലുമില്ല. അസാധാരണമായ ഒരു ഭാഷയില്ല, അപൂർവങ്ങളായ നിരീക്ഷണങ്ങളില്ല, പിന്നെ ഡീറ്റെയിൽസിൻ്റെ സാന്നിധ്യമില്ല. ഇപ്പം കമലദാസിലും ഒക്കെ ഉണ്ടാകുന്ന അതില്ല. പിന്നെ അതിലും പ്രധാനമായി ഇതിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരംശവുമില്ല. വായിച്ചു പോകാം, ഒരു എഫർട്ടും ഇല്ലാതെ വായിക്കാം. അതിലെനിക്ക് വിശ്വാസമേ ഇല്ല. നമ്മുടെ സർഗാത്മകത കൊണ്ട് വേണം നമ്മൾ വായിക്കാൻ. അങ്ങനെ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സാണ് വായന എന്ന് പറയുന്നത്. എഴുത്തുകാരനോളം വായനക്കാരനും ക്രിയേറ്റീവാകുന്ന ഒരു സന്ദർഭമാണ് വായനയുടെ സന്ദർഭം. അങ്ങനെ വായനക്കാർക്ക് അവസരം കൊടുക്കുന്ന, അല്ലെങ്കിൽ വായനക്കാരുടെ സൃഷ്ടിയായി മാറുന്ന കൃതി അല്ല ഇത്. നേരത്തെ ജയമോഹന്, നേരത്തെ NS മാധവന് ഒക്കെ കിട്ടിയിട്ടുള്ള അവാർഡായത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു അവാർഡാണ്. വരുംകാലത്തെ വായനക്കാരെ ഒരു പക്ഷേ വഴിതെറ്റിച്ചേക്കാവുന്ന ഒരു റിസൾട്ട് എന്നതുകൊണ്ടാണ് ഈ ആക്ഷേപം പറയുന്നത്. ഇദ്ദേഹത്തിന് അവാർഡ് കിട്ടിയതിലോ ഒന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു യുവ ബിസിനസ്സുകാരന് കിട്ടേണ്ട അവാർഡ് തന്നെയാണ് ഇത്. ബിസിനസ്സുകാരന്, എഴുത്തുകാരനല്ല. അപ്പോൾ ഒരു എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ വലിയ വായനയുടെ പിൻബലമുള്ള, സാഹിത്യത്തോട് അമിതമായ ആദരവുള്ള, സാഹിത്യ ലോകത്ത് ജീവിക്കുന്ന അങ്ങനെയുള്ള ആളുകൾക്കൊക്കെയാണ് ഈ കിട്ടിയിട്ടുള്ളത്. ഈ ജയമോഹനും ഈ മാധവനും ഒക്കെ എന്തൊരു തരം വായനക്കാരാണ് എന്ന് ആലോചിക്കണം. അതിൻ്റെയൊക്കെ വൈഭവം ആ കൃതികളിൽ ഉണ്ട്. അവരുടെ ശിശു എന്ന് പറയുന്ന ചെറുകഥ വന്നപ്പോൾ അത്ഭുതപ്പെടുക. അതിലെ മുതിർന്ന എഴുത്തുകാരൊക്കെ എഴുതിയതിനേക്കാൾ മികച്ചത്. സുഭാഷ് ചന്ദ്രൻ്റെ ഒരു ചെറുകഥ വന്നപ്പോൾ അതിലെ മികച്ച എഴുത്തുകാരെക്കാളൊക്കെ ആ ആഴ്ചയിൽ എഴുതിയത് അയാൾ. ഇങ്ങനെ N പ്രഭാകരൻ വന്നപ്പോൾ, അപ്പോൾ യുവാവായിരുന്നു അവരൊക്കെ. 18-19 വയസ്സുള്ള കാലത്താണ് എഴുതിയിരിക്കുന്നത്. അതൊക്കെ വലിയ സർഗാത്മകമായ വെല്ലുവിളികൾ ഉണ്ടാക്കി. ഇതാകട്ടെ അതിസാധാരണം, ഒരു എഫർട്ടും വേണ്ട വായിക്കാൻ. നമുക്കിങ്ങനെ നേരം പോക്കിന് വേണ്ടി വായിക്കാം. പിന്നെ എങ്ങനെ ചിലവായി എന്ന് പറഞ്ഞാൽ, അത് ഈ ഭാവുകത്വം ഇല്ലാത്ത വായനക്കാർ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഈ എഫർട്ട്ലെസ് റീഡിങ് എന്തോ വിധത്തിൽ ആകർഷിച്ചു. സിനിമ അതിനൊരു വിഷ്വലൈസേഷൻ്റെ ഒരു പരിവേഷം ഈ നോവലിനുണ്ട്. പിന്നെ അത് ഈ സാധാരണമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു പ്രയാസവും വേണ്ട വായിക്കാൻ, നിങ്ങളുടെ ഭാവുകത്വത്തിൻ്റെ ഒരു പിൻബലവും വേണ്ട വായിക്കാൻ. അങ്ങനത്തെ ഒരു കൃതി ആഘോഷിക്കപ്പെട്ടോട്ടെ, സംശയമില്ല. പക്ഷേ അത് മികച്ച ആളുകളെ അംഗീകരിച്ച ഒരു യുവ സാഹിത്യ പുരസ്കാരം ലഭിക്കുമ്പോൾ അത് ചെയ്യരുതായിരുന്നു എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. എന്ത് ഫാക്ട് അല്ലെങ്കിൽ എന്ത് കാരണങ്ങൾ വെച്ചായിരിക്കാം ഇത്തരത്തിൽ ഒരു പരിഗണിച്ചിട്ടുണ്ടാവുക? അതിനൊരു കാരണം
ഇപ്പോൾ പ്രസാധകന്മാർ ആ പ്രസാധനശാലയിലേക്ക് ചെന്നാൽ ഇയാളുടെ പുസ്തകമാണ് മുമ്പിൽ വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വിധികർത്ത കണ്ടന്റ് നോക്കിയിട്ടല്ലേ അപ്പം? അല്ല, കണ്ടൻറ്റ് നോക്കിയിട്ടല്ല, ഭാഷ നോക്കിയിട്ടല്ല, സാഹിത്യഭംഗി നോക്കിയിട്ടല്ല, ഇതിൻ്റെ വ്യാപാര വിജയം അവരെ സ്വാധീനിച്ചതിൻ്റെ ഫലമായിട്ടാണ് വിധികർത്താക്കൾ ഇതിന് ഈ അവാർഡ് കൊടുത്തിരിക്കുന്നത്. അതിലാണ് ഈ പ്രതിഷേധം. വേറെ എന്തെങ്കിലും ഫാക്ട് ഇതിലുണ്ടോ ഇത്തരത്തിൽ? ഈ ഒരു യുവ പ്രതിഭാ പുരസ്കാരം കൊടുക്കുന്ന സമയത്ത് ആ ബുക്ക് വായിച്ച ആളുകളാണോ അപ്പം ഇത് നോക്കിയിട്ടുണ്ടാവുക? അതെനിക്ക് അങ്ങനെ കരുതുന്നുണ്ടോ? വായിച്ച ആളുകളാണോ, അവരുടെ ഭാവുകത്വം എന്തായിരുന്നു, അവരിങ്ങനെ ഈ വ്യാപാര വിജയം കണ്ടിട്ട് അവർക്ക് ആർക്കും ഉണ്ടാക്കാനാകത്തല്ലേ ഈ വ്യാപാര വിജയം, അത് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയിട്ടാണോ, പിന്നെ ഈ പ്രസാധകൻ ഇതിന് കൊടുക്കുന്ന പ്രാധാന്യം കണ്ടിട്ടാണോ? പുതിയ അയാളുടെ പുസ്തകം അർദ്ധരാത്രിയിൽ ഒരു ശ്മശാനത്തിൽ വെച്ചിട്ടൊക്കെയാണ് പ്രകാശിപ്പിക്കുന്നത്. ഏതുമാതിരി പ്രചരണമാണ് അതിന് കിട്ടും. ഈ പ്രചരണത്തിൽ വീണിട്ടാകാം.